കുളിക്കുന്ന സമയത്തിനുമുണ്ട് കാര്യമെന്ന് പറയുന്നത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ ഒരു വിഭാഗം പറഞ്ഞു വച്ചിരിക്കുന്നതാണ്. എന്നാൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതം എടുത്ത് നോക്കിയാൽ മതി. പരമപ്രധാനമായ പ്രാധാന്യമാണ് കുളിക്കുന്ന സമയത്തിന്. ആ കുളി എങ്ങനെ ആയിരിക്കണം? പലരും പല വീഡിയോയിലൂടെ 4 തരത്തിലുള്ള കുളികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനപ്പെട്ട സ്നാനവിധി എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. നമസ്കാരം, രുദ്രധാരയിലേക്ക് സ്വാഗതം. നമുക്ക് സ്നാനവിധിയിൽ ആദ്യം പരാമർശിക്കപ്പെടുന്നത് ബ്രഹ്മമുഹൂർത്തം അഥവാ ബ്രാഹ്മമുഹൂർത്തം എന്നുള്ളതിനെ കുറിച്ചാണ്. ബ്രാഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് 7:30 നാഴിക മുമ്പുള്ള സമയമാണ് ഈ പറയുന്ന ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് 3 മണിക്കൂർ എടുത്താൽ മതി. 3 മണിക്കൂർ മുമ്പുള്ള സമയം, 3 മണിക്കൂർ എന്ന് പറയുന്നതാണ് ശരിക്കും ഈ ബ്രാഹ്മമുഹൂർത്തം. സൂര്യോദയം എന്ന് പറയുന്നത് പല സ്ഥലത്തും പല സമയത്തായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു എക്സാക്റ്റ് ടൈം എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 4:30-നും 5-നും ഇടയ്ക്ക്, 4:30-നും 5-നും ഇടയ്ക്കുള്ള സമയം ബ്രഹ്മമുഹൂർത്തമായിട്ട് കണക്കാക്കാം പ്രധാനമായിട്ട്. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉള്ള കുളി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അഷ്ടൈശ്വര്യങ്ങൾ നൽകുമെന്നാണ് പറയുന്നത്. അഷ്ടൈശ്വര്യങ്ങൾ. അപ്പോൾ ഈ അഷ്ടൈശ്വര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ദൈവതുല്യനായി മാറും അല്ലേ? ഇപ്പം ദൈവത്തിന് എന്താണ് പറയുന്നത്? 6 ഐശ്വര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പം പുരുഷജന്മമായതുകൊണ്ട് നമുക്ക് അഷ്ടൈശ്വര്യങ്ങൾ പറയുന്നു. ദേവന് പോലും 6 പറയുമ്പോൾ നമുക്ക് 8 ഐശ്വര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ദേവന് പറയുന്ന ഐശ്വര്യങ്ങൾ ഏതൊക്കെയാണ്? ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ്യ ശ്രീയാം ജ്ഞാന വൈരാഗ്യോ ശൈവ ഷണ്ഡാംബകം ഇതിങ്കര എന്ന് പറയുന്ന 6 ഐശ്വര്യം നമുക്ക് 8 പറയുന്നുണ്ട്. ആ 8 ഐശ്വര്യങ്ങളും കൂടെ നമ്മളിലേക്ക് വരും. അതാണ് ബ്രാഹ്മമുഹൂർത്തത്തിലുള്ള സ്നാനം അല്ലെങ്കിൽ കുളി എന്ന് പറയുന്നത്. ഇങ്ങനെ കുളിക്കുമ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ആദ്യത്തെ കുളി അത് ബ്രഹ്മസ്നാനം എന്നാ പറയുന്നത്. ബ്രഹ്മസ്നാനം എന്ന് പറയാനൊരു കാരണമുണ്ട്. എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നതാണ് രാവിലത്തെ ബ്രഹ്മമുഹൂർത്തത്തിലുള്ള കുളി എന്ന് പറയുന്നത്. തണുത്ത വെള്ളത്തിൽ തന്നെ ആയിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നതാണ് ബ്രാഹ്മമുഹൂർത്തത്തിലെ സ്നാനം എന്ന് പറയുന്നത്. അതിൽ അകർമഷണ മന്ത്രം ചൊല്ലി പ്രോഷണം ചെയ്തിട്ടുള്ള സ്നാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ബ്രഹ്മസ്നാനം എന്ന് പറയുന്നത്. എല്ലാ പാപങ്ങളും ഇല്ലാതാക്കും, ജീവിതത്തിൽ വിജയമുണ്ടാകും, നമുക്ക് നല്ല ഒരു ജീവിതത്തിലൊരു പ്രോസ്പെരിറ്റി ഉണ്ടാവുകയും എന്ത് പ്രശ്നം വന്നാലും അതിനെ അതിജീവിക്കാൻ മാനസികമായിട്ട് നന്നായിട്ട് പ്രാപ്തമാകും എന്നുള്ളതാണ്. മാത്രമല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും ശക്തനായിരിക്കും എന്നുള്ളതാണ് ഈ സമയത്തുള്ള കുളി എന്ന് പറയുന്നത്. ഈ സമയത്ത് ഉള്ള പ്രോഷണം എന്ന് പറയുന്നത് അത്രയ്ക്ക് ശക്തമാണ്. അതിനുശേഷം വരുന്നതാണ് രണ്ടാമത്തെ കുളി എന്ന് പറയുന്നത് ജലത്തിലെ സ്നാനം. ജലത്തിലെ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകുന്ന നദിയിലോ അല്ലെങ്കിൽ പുഴയിലോ കുളത്തിലോ ഉള്ള കുളിയാണ്. ഇത് ഞാൻ പല വീഡിയോയിലും കണ്ടത് അതിനുശേഷം എടുക്കുന്ന 7 മണിക്കുള്ള സമയം എന്നുള്ള കുളിയാണ്. അങ്ങനല്ല, ഇതേ സമയത്ത് തന്നെ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ പോയുള്ള കുളിയാണ്. ആ കുളിയെ വിളിക്കുന്ന പേര് വാരുണം എന്നാണ്. ജലാശയത്തിൽ പോയി കുളിക്കണം ഈ സമയത്ത്. നമുക്ക് പറ്റൂ ഇന്നത്? ബുദ്ധിമുട്ടല്ലേ? അതെ, അതാണ് രണ്ടാമത്തെ തരത്തിലുള്ള സ്നാനമെന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തത് പശുവിൻ്റെ ചാണകപ്പൊടിയില്ലേ, അത് തേച്ച് ദേഹമാസകലം പുരട്ടിയതിന് ശേഷം നമ്മൾ കുളിക്കുന്നു. അത് എവിടെയും കുളിക്കുന്നു. അതിനെയാണ് വായവ്യം എന്ന് പറയുന്ന മൂന്നാമത്തെ സ്നാനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്നാനം. നാലാമത്തത് ശരീരം മുഴുവൻ ഭസ്മം തേച്ചതിന് ശേഷം ഉള്ള സ്നാനമാണ്. ആഗ്നേയം എന്നാ അതിനെ പറയുന്നത്. ആഗ്നേയം. ഈ പറയുന്ന ഈ സ്നാനവും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ആയിരിക്കണം. അപ്പോഴാണ് ആഗ്നേയമാവുന്നത്. ഇനി അടുത്തത് അവസാനത്തത് 5-മത്തത് അതാണ് ശരീരമാസകലം എണ്ണ തേച്ചുള്ള കുളി എന്ന് പറയുന്നത്, സ്നാനം എന്ന് പറയുന്നത്. എണ്ണ തേക്കുമ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ പറയാം, കാരണം കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആ എണ്ണ തേച്ചുള്ള കുളി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും 5 തരത്തിലാണ് കുളികളുള്ളത്. ഇത് നമുക്ക് സാധാരണക്കാരന്
സാധിക്കുന്നത് ഈ പറയുന്ന 5-മത്തെ എണ്ണ തേച്ചുള്ള കുളിയാണ്. അത് ബ്രഹ്മമുഹൂർത്തത്തിലാകുന്നത് ഏറ്റവും ഉത്തമം എന്ന് പറയപ്പെടുന്നു. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു ഏറ്റവും ഉത്തമം എന്ന് പറയാനുള്ള കാരണം. എന്നാൽ നിങ്ങൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം 8 മണിക്ക് മുമ്പെങ്കിലും കുളിച്ചിരിക്കുക. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് മുമ്പെങ്കിലും കുളിച്ചിരിക്കുക. 8 മണിക്ക് ശേഷം നിങ്ങൾ അതിനുള്ള പരിപാടി ചെയ്യരുത്. പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകൾ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ്, കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, ജോലിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് 11 മണിയൊക്കെ ആവും ചില വീടുകളിൽ. 11-12 മണിയൊക്കെ ആവുന്നതുണ്ട്. പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ ഈ 11-12 മണിക്കൊക്കെ പോയി കുളിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതങ്ങ് ഒഴിവാക്കുക. 12 മണി സമയത്ത്, 1 മണി സമയത്ത് യാതൊരു കാരണവശാലും തലയിലൂടെ വെള്ളം ഒഴിക്കരുത്. അങ്ങനെ കുളിക്കാൻ നിൽക്കരുത്. അത് പ്രഷർ വേരിയേഷൻ ഉണ്ടാവുകയും ചെയ്യും. അതായത് BP അത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ അത് ചെയ്യാൻ നിൽക്കരുത്. ഉച്ചക്കുളി പിച്ചക്കുളി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഒരു നമ്മൾ സാമ്പത്തികമായിട്ട് താഴോട്ട് പോകും, വളരെ അധികം താഴോട്ട് പോകും. നമ്മുടെ ഐശ്വര്യം ഭയങ്കരമായിട്ട് കുറയും, രോഗങ്ങൾ ഉണ്ടാവും. അതുപോലെ നമ്മുടെ കയ്യിൽ പണമൊന്നും നിൽക്കില്ല. കുട്ടികൾക്ക്, വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ദോഷമാണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഉച്ചയ്ക്കുള്ള ഒരു കുളി എന്ന് പറയുന്നത് പരമാവധി അങ്ങ് ഒഴിവാക്കുക. രാവിലെ കുളിച്ചതിന് ശേഷം നിങ്ങൾ ഉച്ചയ്ക്ക് ഒന്നും കൂടെ നിങ്ങൾക്ക് ചൂട് കൂടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താണ് സ്വെറ്റ് ഭയങ്കരമായിട്ടായി അതുകൊണ്ട് നിങ്ങൾ പോയി കുളിക്കുന്നു എന്നുണ്ടെങ്കിൽ വലിയ വിഷയം വരുന്നില്ല. പക്ഷെ ഒരു ദിവസത്തെ ആദ്യ സ്നാനം ഒരിക്കലും ഉച്ചയ്ക്ക് ആകരുത് എന്ന് പറയപ്പെടുന്നു. പിന്നെ അതിനുശേഷം പറയുന്നത് വൈകുന്നേരത്തെ കുളിയാണ്. വൈകുന്നേരത്തെ കുളി എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 മണിക്ക് മുമ്പ് കുളിച്ചിരിക്കണം. 5-നും 6-നും ഇടയ്ക്കാണ് ഏറ്റവും പറ്റിയ സമയം. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക? കുളിക്കുക എന്ന് പറയുന്നത്. ആ സമയത്ത് കുളിച്ചു കഴിഞ്ഞാൽ മോക്ഷം എന്നാണ് പറയുന്നത്. മോക്ഷം നമുക്ക് എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാകില്ല. ഈ രാവിലത്തെ കുളിയിൽ രോഗങ്ങൾ ഉണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞു. വൈകുന്നേരത്തതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മോക്ഷം, മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ ഒരുവിധം കുറയും എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും 6 മണിക്ക് ശേഷം ഈ പരിപാടിക്ക് നിൽക്കരുത്. അതായത് സന്ധ്യ നേരത്ത് കുളിക്കരുത്. രാത്രി കിടക്കുന്നതിന് മുമ്പാകാം, പക്ഷെ സന്ധ്യ നേരം ഒരിക്കലും കുളിക്കാൻ പറ്റിയത് അല്ല എന്ന് വ്യക്തമായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കുളിക്കേണ്ട സമയം ഞാൻ പറഞ്ഞു, 5-നും 6-നും ഇടയ്ക്ക് നല്ല സമയമാണ്. അതായത് സൂര്യ അസ്തമയത്തിന് മുമ്പും അതുപോലെ തന്നെ സൂര്യോദയത്തിന് മുമ്പും. അതാണ് പ്രധാനപ്പെട്ട ടൈം കുളിക്കുന്നത്. പിന്നെ രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് അതൊക്കെ നമ്മുടെ എന്താണ് പേഴ്സണലാണ്, അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചെയ്യാം. പക്ഷേ പ്രധാനപ്പെട്ടത് ഈ സമയത്ത് ആണ് കുളിക്കേണ്ട സമയം എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയുടെ പ്രോസ്പിരിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരാഴ്ച ഈ പറയുന്ന ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾക്ക് കുളിക്കാൻ സാധിച്ചാൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. രാവിലെ കുളി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ബാഹ്യശുദ്ധി പോലെ തന്നെ ആന്തരികമായ ശുദ്ധി, അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുന്നെങ്കിൽ വിളക്ക് കത്തിച്ച്, ഏത് മതസ്ഥരും ആയിക്കോട്ടെ, അവർക്ക് എന്താണോ പ്രാർത്ഥിക്കാനുള്ളത് ആ പ്രാർത്ഥന കുറച്ചു നേരം. ബ്രാഹ്മമുഹൂർത്തത്തിലെ പ്രാർത്ഥനയ്ക്ക് അത്രയും ഭയങ്കര പ്രാധാന്യമുണ്ട്. പ്രപഞ്ചം പോലും നിശബ്ദമായിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ ഇഷ്ടദൈവം നിങ്ങളോട് സംവേദിക്കാനിരിക്കുന്ന സമയം കൂടിയാണ് ഈ പറയുന്ന ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ ചിലപ്പോൾ നിങ്ങൾ അറിയാതൊക്കെ ഉണരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ അറിയാതെ ഉണരുന്നുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിക്കില്ല. ഈ വീഡിയോയുടെ കൂടെ ഞാൻ അതും കൂടെ അങ്ങ് പറഞ്ഞു നിർത്തുകയാണ്. നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് ഈ 3-നും ഈ പറയുന്ന 6-നും ഇടയിലുള്ള സമയം, 3-നും അല്ലെങ്കിൽ 5:30-ക്കും ഇടയിലുള്ള സമയം, 3:30-5:30 കൂട്ടാം, ആ ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾ അറിയാതെ എപ്പോഴെങ്കിലും ഉണരുന്നുണ്ടോ? ചിലപ്പോൾ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഉണരുന്നത്, അല്ലേ? നിങ്ങൾക്ക് അതിന് മുമ്പ് ഉണരായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രാഹ്മമുഹൂർത്തം കഴിഞ്ഞിട്ട് ഉണരായിരുന്നല്ലോ. പക്ഷെ ആ സമയത്ത് മാത്രം നിങ്ങളെ ഉണർത്തുക. അതായത് ഒരു മാസത്തിൽ തന്നെ 3-4 വട്ടം. ഈ പറയുന്ന ഷുഗറിൻ്റെ അസുഖം എന്നുള്ളവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അല്ലാതെ നിങ്ങളെ ഉണർത്തുന്നു എന്തെങ്കിലും രീതിയിൽ, നിങ്ങൾ സ്വപ്നം കണ്ടുണരുന്നു, നിങ്ങളെ ഉണർത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വലിയ കാര്യമാക്കില്ല, നമ്മൾ ബാത്റൂം പോയിട്ട് തിരിച്ചു വന്ന് വീണ്ടും കിടന്നുറങ്ങും. നിങ്ങൾ അങ്ങനെ യാതൊരു കാരണവശാലും ചെയ്യരുത്. ഇനി നിങ്ങൾ അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോയ്ലറ്റിൽ ചെല്ലുക, നന്നായിട്ട് മുഖം വാഷ് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഉറക്കത്തിൻ്റെ ആ ഒരു ചടവങ്ങ് മാറും. അത് മാറുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ്, വെറും 10 മിനിറ്റ് നിശബ്ദമായിരിക്കും അന്തരീക്ഷം. ഈ സമയത്ത് പറയുന്ന പ്രപഞ്ചശക്തി
ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നേ ഉള്ള പിതൃക്കളായിരിക്കാം, മരണപ്പെട്ടവരായിരിക്കാം. അവർക്ക് നിങ്ങളിലോട് അല്ലെങ്കിൽ നിങ്ങളോട് സംവേദിക്കണം, നിങ്ങളോട് സംസാരിക്കണം. ഇത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു അർത്ഥം ഉണ്ടാകുമ്പോൾ നമ്മളത് മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് നിങ്ങളുടെ ഇഷ്ടദൈവൻ ആരാണോ ആ ഇഷ്ടദൈവനെ കുറച്ചു നേരം പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പിതൃക്കളെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ നിങ്ങളെ വിട്ടു പോയി കാണുമല്ലോ മരണത്തിലൂടെ, അവരെ കുറച്ചു നേരം ഓർക്കാം. ഒരുപക്ഷെ അവർ സന്തോഷം കൊണ്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ സങ്കടം കൊണ്ടായിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ചു നേരം അവർക്ക് വേണ്ടി കൂടി എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സമയത്ത് ഉണരാൻ തുടങ്ങും. എല്ലാ ദിവസവും ഉണരാൻ തുടങ്ങും ആ സമയത്ത്. പിന്നീട് നിങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു അന്തരം അങ്ങോട്ട് കുറയും. അതായത് 1000 ക്ഷേത്രങ്ങളിൽ പോകുന്നതിനേക്കാൾ ഫലമാണ് ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീറ്റിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. മുഖം കഴുകിയിട്ട്, നിങ്ങൾ കുളിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആ സമയത്ത് മുഖം കഴുകിയിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ പോയി ഉറങ്ങാൻ പറ്റില്ല, പിന്നെ എന്തോന്ന് വെച്ചാൽ ചെയ്തു. ആ ഒരു സംഭവമാണ് ഈ പറയുന്ന ബ്രഹ്മമുഹൂർത്തത്തിന് അത്രയും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുളിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇതും കൂടെ പറഞ്ഞത്. അപ്പം ബ്രഹ്മമുഹൂർത്തത്തിന് അത്രയും ഭയങ്കര പ്രാധാന്യമുണ്ട്. എപ്പോഴും കുളിക്കുന്നെങ്കിൽ 8 മണിക്ക് മുമ്പ് തന്നെ അങ്ങ് ആവുക. സന്ധ്യ കഴിഞ്ഞിട്ടും ഈ പറയുന്ന പരിപാടിക്ക് നിൽക്കരുത്. അപ്പം പ്രധാനമെന്ന് പറയുന്നത് രാവിലത്തെ സ്നാനമാണ് എന്ന് ഓർത്ത് തന്നെ വെക്കുക. 7 മണിക്ക് മുമ്പ് കുളിക്കുക എന്നുള്ള, 7 അല്ല 8 മണിക്ക് മുമ്പ് അങ്ങ് കുളിക്കുക അല്ല, എല്ലാവരും ചെയ്യുന്നതാണ്. 8 മണിക്ക് മുമ്പ് എല്ലാവരും കുളിക്കാറുണ്ട്. പക്ഷേ ബ്രാഹ്മ മുഹൂർത്തത്തിൽ കുളിച്ചാൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് വിത്തിൻ 1 മന്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ആ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീറ്റു, കുളി കഴിഞ്ഞു, പ്രാർത്ഥന തുടങ്ങി, വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് ബ്രാഹ്മ മുഹൂർത്ത വിളക്കെന്നാണ് പറയുന്നത്. ആ ബ്രാഹ്മ മുഹൂർത്തത്തിലെ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിലെ എല്ലാവരും 100% രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ 100% രക്ഷപ്പെടും. ഒരാൾ ചെയ്താൽ മതി. വീട്ടിൽ നിരീശ്വരവാദികൾ ഉണ്ടാവുമല്ലോ, അമ്പലത്തിൽ പോകാത്തവരുണ്ടാവുമല്ലോ, വിളക്ക് കത്തിക്കാത്തവരുണ്ടാവല്ലോ, ദൈവം ഇല്ല എന്ന് പറയുന്നുണ്ടോ, കുഴപ്പമില്ല, അവർ വരെ രക്ഷപ്പെടും 100%. വീട് ഭയങ്കരമായിട്ട് രക്ഷപ്പെടും. ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റിട്ട് ഈ പറയുന്ന വിളക്ക് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. ജീവിതം എങ്ങനെ മാറുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പം ഞാൻ പറഞ്ഞു 5 തരത്തിലുള്ള കുളിയാണുള്ളത്. അതിനകത്ത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എണ്ണ തേച്ചിട്ടുള്ള കുളിയാണ്. ഞാൻ പറഞ്ഞു അടുത്ത വീഡിയോയിൽ എണ്ണയെക്കുറിച്ച് പറയാമെന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ എണ്ണ എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വലത് കൈ കൊണ്ട് ഇടത് കൈയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് 2 കൈയിലേക്കും തേക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, തലയിൽ തേക്കുക അല്ല, ആദ്യം ചെയ്യേണ്ടത് പാദങ്ങളിലാണ്. ഫസ്റ്റ് നമ്മൾ എണ്ണ തേക്കേണ്ടത് എവിടെയാണ് നമ്മുടെ ശരീരത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാദങ്ങളിലാണ്. നിന്നുകൊണ്ട് കുനിഞ്ഞ് പാദങ്ങളിൽ, ഇടത് കൈ കൊണ്ട് വലത്തെ പാദത്തിലും വലത് കൈ കൊണ്ട് ഇടത്തെ പാദത്തിലുമാണ് എണ്ണകൾ തേക്കേണ്ടത്. അതിനുശേഷം കുറച്ച് എണ്ണ എടുത്തതിന് ശേഷം ശരീരമാസകലം തേക്കുക. അതിനുശേഷം മുഖത്ത് തേക്കുക. ഏറ്റവും ലാസ്റ്റിലെ ശിരസിൽ അഥവാ തലയിൽ തേക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ടോയ്ലറ്റിൽ കയറി നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളം ആദ്യം നിങ്ങൾ എന്താ ചെയ്യുക, കാല് നനച്ചിട്ടായിരിക്കും കുളിക്കുന്നത്. അല്ല, കാലല്ല, ആദ്യം നനയ്ക്കേണ്ടത് മുഖമാണ്. മുഖം കഴുകിയതിന് ശേഷം മാത്രമേ ശിരസിലൂടെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ശിരസിലൂടെ വെള്ളം ഒഴിച്ച് കുളി കഴിഞ്ഞതിന് ശേഷം, സ്നാനം പൂർത്തിയായതിന് ശേഷം ആദ്യം തോർത്തേണ്ട ഭാഗം ശരീരത്തിൻ്റെ പിൻഭാഗം അഥവാ മുതുക് എന്ന് പറയുന്ന ഭാഗത്താണ്. അതിനെ ആത്മീയമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് ഈ ജ്യേഷ്ഠ ഭഗവതിയും ഐശ്വര്യലക്ഷ്മി, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. പക്ഷേ ഇത് ശാസ്ത്രവുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് കേട്ടോ. ഈ പറയുന്ന പുറം ഭാഗം ആദ്യം തുടയ്ക്കുന്നത്, അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, മുഖം തുടയ്ക്കാവൂ. പിന്നെ അതിനുശേഷം 3ാമതായിട്ടാണ് തല തോർത്തേണ്ടത്. ആ മുഖം കാണാൻ പോലും ഒരു ഐശ്വര്യമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. അപ്പോൾ സ്നാനം ഇപ്രകാരമാണ് എന്നുകൂടി പറഞ്ഞ് നിർത്തുന്നു. നന്ദി.